ആശകളുടെ കൂടാരങ്ങളിൽ, ആശകളുടെ കൂമ്പാരങ്ങളിൽ, മോഹങ്ങളുടെ കൊട്ടാരങ്ങളിൽ, ആ സ്വപ്നത്തേരുകളിൽ ജീവിച്ച് 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 എല്ലാ പ്രാർത്ഥനയും കച്ചവടമാക്കി മാറ്റി പ്രാർത്ഥിക്കുന്നതല്ല. ഈ പ്രാർത്ഥന ചൊല്ലി, ആ പ്രാർത്ഥന, ഈ പ്രാർത്ഥന, മറ്റേ പ്രാർത്ഥന ചൊല്ലി 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 ഈ ഭൂമിയിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആത്മീയത മുഴുവൻ വിപണന വസ്തുവാക്കി മാറ്റി മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് മാത്രം കടിഞ്ഞാണില്ലാത്തൊരു കുതിരയെ പോലെ അഴിച്ചുവിടാൻ പാകത്തിൽ ആത്മീയതയെല്ലാം അങ്ങനെ ആക്കിയിട്ട് നമ്മൾ സ്വർഗത്തെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചോ കഷ്ടത സഹിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ നമ്മളിങ്ങനെ പ്രത്യാശയില്ലാത്ത ജനമായിട്ട് മാറുക. നമുക്ക് നിരാശയില്ലാതെ ജീവിക്കണം കേട്ടോ. നമുക്ക് ആർക്കും ഡിപ്രഷൻ വരാൻ പാടില്ല. ഡിപ്രഷനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഉപേക്ഷിച്ചിട്ട് പൊക്കോളുക. അത് മാറുകയാണ്. യു റിനൗൺസ് ഡിപ്രഷൻ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇറ്റ് ഈസ് ഗോൺ. നമുക്ക് എന്തിനെ പ്രതിയാണ് നിരാശപ്പെടാനുള്ളത്? കർത്താവ് നമ്മുടെ കൂടില്ലേ? കർത്താവ് നമ്മളെ സഹായിക്കത്തില്ലേ? കർത്താവ് നമുക്ക് സ്നേഹം തരില്ലേ? കർത്താവ് നമ്മളെ കൈവെള്ളയിൽ എടുത്തുകൊണ്ട് നടക്കില്ലേ?